ലാറ്റിൻ അമേരിക്കയിലെ തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളരുകയും പിന്നീട് മാർപ്പാപ്പയായപ്പോൾ ലഭിച്ച ആഡംബരങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്ത സാധാരണക്കാരനായ പോപ്പായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ലാറ്റിൻ അമേരിക്കക്കാരനായ ആദ്യ പോപ്പ്, LGBT സമൂഹത്തിന് അനുകൂലമായി നിലപാടെടുത്ത ആദ്യ കത്തോലിക്ക സഭാ തലവൻ എന്നീ നിലകളിലായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടുതൽ ഓർമ്മിക്കപ്പെടുക. 2013 സഭയിൽ അത്ര കേട്ടുകേൾവിയില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം പോപ്പായിരുന്ന ബെനഡിക്ട് 16 അനാരോഗ്യം മൂലം വിരമിക്കൽ പ്രഖ്യാപിച്ചു. തുടർന്നാണ് 1272 വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒരാൾ പോപ്പായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പായിരുന്നു അപ്പോൾ കർദിനാൾ ബെർഗോളിയോ. പാവങ്ങളുടെ പുണ്യാളനായ സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പേരാണ് പോപ്പായപ്പോൾ അദ്ദേഹം സ്വീകരിച്ചത്. 2023 കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സഭാതലവൻ തന്നെ സുവർഗാനുരാഗം കുറ്റമല്ലെന്ന് തുറന്നു പറഞ്ഞു. ഹോമോസെക്ഷുവാലിറ്റിയെ കുറ്റകരമായി കാണുന്ന നിയമങ്ങളെ അനീതി എന്ന് വിശേഷിപ്പിച്ചു. LGBTQ സമൂഹത്തിലുള്ളവരെ സഭയിലേക്ക് സ്വാഗതം ചെയ്യാൻ ബിഷപ്പുമാരോട് ആഹ്വാനം ചെയ്തു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ വംശഹത്യ എന്ന് വിളിക്കുകയും കഴിഞ്ഞ ക്രിസ്മസിന് വത്തിക്കാനിലെ തിരുപ്പിറവി ദർശനത്തിൽ ഉണ്ണിയേശുവിന്റെ രൂപം പലസ്തീൻ പ്രതിഷേധങ്ങളുടെ പ്രതീകമായ കഫിയയിൽ കിടക്കുന്ന വിധത്തിൽ ഒരുക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെയും അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തിയിരുന്നു.